പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് നാരദനെ കുറിച്ചാണ്. ശ്രീരാമോ ഭരതകൃഷ്ണോ ഭീഷ്മോ ധർമ്മസ്ഥദാർജുന മാർക്കണ്ഡേയോ ഹരിശ്ചന്ദ്ര പ്രഹ്ലാദോ നാരദോ. നാരദൻ സൃഷ്ടിയുടെ ആദ്യത്തിൽ ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നും ദേവർഷി നാരദൻ സൃഷ്ടിക്കപ്പെട്ടു. ജന്മനാ ബ്രഹ്മജ്ഞാനിയായിരുന്നു നാരദൻ. ദക്ഷപ്രജാപതിയുടെ 100 മക്കളെയും മായാബന്ധനത്തിൽപ്പെടാതെ രക്ഷിച്ചു. ദക്ഷന്റെ ഒരു ശാപം ലഭിച്ചതുകൊണ്ട് നാരദന് നിരന്തരം മൂലോകങ്ങളിലും സഞ്ചരിക്കേണ്ടി വന്നു. സദാ നാരായണ സ്തുതികൾ പാടിയിരുന്ന നാരദന് ഒരിക്കൽ താനാണ് ഏറ്റവും നല്ല ഗായകനെന്ന അഹങ്കാരം തോന്നി. ഒരിക്കൽ വൈകുണ്ഠമാർഗത്തിൽ ദീനഹീനരായി അംഗഭംഗം വന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കണ്ട നാരദൻ അവരുടെ ദയനീയ സ്ഥിതിയുടെ കാരണം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വിവിധ രാഗങ്ങളാണ്. നാരദൻ സദാ പാടിപ്പാടി ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന ഉത്തരം കേട്ടപ്പോൾ നാരദൻ്റെ അഹങ്കാരം മറഞ്ഞുപോയി. ഒരിക്കൽ ശ്രീകൃഷ്ണനോട് മായ എന്താണ് എന്ന് ചോദിച്ചു നാരദൻ. ഭഗവാൻ ഉടനെ തന്നെ 4 കുട്ടികളുള്ള ഒരു ഗൃഹസ്ഥനാക്കി നാരദനെ മാറ്റി. മലവെള്ളപ്പാച്ചൽ സൃഷ്ടിച്ചു. അതിലൊലിച്ചു പോകുന്ന തൻ്റെ ഭാര്യയെയും കുട്ടികളെയും നോക്കി കരയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നാരദനെ ഭഗവാൻ വിളിച്ചുണർത്തി. വെള്ളവുമില്ല, കുടുംബവുമില്ല, താൻ എവിടെ തന്നെ നിൽക്കുന്നു. ക്ഷണം കൊണ്ട് വർഷങ്ങൾ മിന്നിമറഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതാണ് മായ. നിരവധി പൗരാണിക സന്ദർഭങ്ങളിൽ നാരദൻ്റെ ഇടപെടലുകൾ കാണാം. രാമായണ രചന, കംസവധം, നിരവധി യുദ്ധങ്ങൾ എന്നിങ്ങനെ നാരദൻ്റെ നിറസാന്നിധ്യം പുരാണങ്ങളിൽ നമുക്ക് ധാരാളം സന്ദർഭങ്ങളിൽ ലഭ്യമാണ്. പ്രഹ്ലാദനും ധ്രുവനും ഉപദേശം നൽകിയത് നാരദനാണ്. നാരദന് ജ്ഞാനം ഉപദേശിച്ചത് സനൽകുമാരനാണ്. നാരദൻ്റെ ജന്മത്തെപ്പറ്റിയും പുരാണങ്ങളിൽ കഥയുണ്ട്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നാരദനെ വിശേഷിപ്പിക്കുന്നത് ദേവർഷിമാരിൽ ഞാൻ നാരദനാകുന്നു എന്നാണ്. കലി സന്ധാരണോപനിഷത്തിൽ നാരദനാണ് ഈ രാമതാരക മന്ത്രം ഉപദേശിക്കുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം നാരദൻ ഉപദേശിക്കുന്നു എന്ന് നമ്മുടെ ദർശനങ്ങളിൽ പറയുന്നു. നമ്മുടെ സമാജത്തിൽ പൊതുവെ നാരദൻ എന്ന വാക്കുപയോഗിക്കുന്നത് ഏഷണി പറയുന്നവരെ കുറിച്ച് ആയിട്ടുണ്ട്. ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നാരദൻ. എന്തെങ്കിലും ഏഷണികൾ പറഞ്ഞ് കലഹമുണ്ടായാൽ അവനൊരു നാരദനാണ് എന്നൊക്കെ പറയുന്ന സാമാന്യ പ്രയോഗങ്ങളുണ്ട്. അതിൽ നിന്നും ദയവായി നമ്മൾ നാരദനെ ഒഴിവാക്കണം. നാരദ മഹർഷി ഭാരതത്തിലെ ഋഷി പരമ്പരയിലെ ഏറ്റവും മഹാത്മാവായ മഹർഷിമാരിൽ ഒരാളാണ്. അദ്ദേഹം ഈ മൂലോകങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് സ്വർഗത്തിലെ വിശേഷങ്ങൾ ഭൂമിയിലും ഭൂമിയിലെ വിശേഷങ്ങൾ പാതാളത്തിലും ഒക്കെ എത്തിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കുക. ആ നാരദ മഹർഷി നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് ലോകത്തെ പരസ്പരം ബന്ധിച്ചു. ആ മഹർഷിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കിന്നും ലഭ്യമാണ് എന്നറിയുക. ആ നാരദ മഹർഷിയെ നാം ഏകാത്മതാ സ്തോത്രത്തിലൂടെ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.